കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ചിത്രാഞ്ജലി പുരസ്കാര ചടങ്ങ് ജൂലൈ 27-ന് ഗായകൻ മധു ബാലകൃഷ്ണന് പുരസ്കാരം സമർപ്പിക്കും. ഒരുക്കങ്ങളായി. This news is brought to you by അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. മലയോര പ്രദേശത്തെ പ്രശസ്തമായ ദേവീ ക്ഷേത്രമെന്ന നിലയിൽ അറിയപ്പെടുന്ന പുരാതനമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 27-ന് ചിത്രാഞ്ജലി സംഗീതാർച്ചനയും സംഗീത പുരസ്കാര സമർപ്പണവും വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന്, ഇതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്നും ചിത്രാഞ്ജലി സംഗീതാർച്ചനയിൽ വെച്ച് പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണനെ ചിത്രാഞ്ജലി പുരസ്കാരം നൽകി ആദരിക്കുമെന്നും ചിത്രാഞ്ജലി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ മലയാളത്തിൻ്റെ പ്രസിദ്ധ ഗായകൻ, മലയാളത്തിൻ്റെ അഭിമാനമായ KS ചിത്രയുടെ ജന്മദിനമായ ജൂലൈ 28-ന് ചിത്രാഞ്ജലി എന്ന പേരിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖരായിട്ടുള്ള സംഗീതജ്ഞർ പങ്കെടുക്കുന്ന ഒരു മുഴുനീള സംഗീത അർച്ചന നടന്നു വരികയാണ്. ചിത്രാഞ്ജലി എന്ന പേരിൽ ഇതിന് KS ചിത്രയുടെ പരിപൂർണ്ണ സമ്മതത്തോടെയും അവരുടെ സഹകരണത്തോടെയാണ് നമ്മൾ അവരുടെ പരിപൂർണ്ണ സഹായവും അനുഗ്രഹമൊക്കെ നമുക്ക് ഇക്കാര്യത്തിൽ അങ്ങനെയാണ് നടത്തിയിരുന്നത്. കേരളത്തിൽ തന്നെ ചിത്രയുടെ പേരിൽ ഇന്നൊരു സംഗീതാർച്ചന അവർ എവിടെയും നടക്കുന്നില്ല. ഇത് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കൊല്ലൂര് മൂകാംബിക ക്ഷേത്രത്തിൽ യേശുദാസിൻ്റെ ജന്മദിനമായ ജനുവരി 10-ന് എല്ലാ വർഷവും സംഗീതാർച്ചന നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ സത്യം സന്തോഷം പറയും. അപ്പോൾ അതുപോലെ KS ചിത്രയുടെ പേരിൽ ഇന്നിപ്പം ലോകത്തിൽ തന്നെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഈ ഒരു പരിപാടി നടക്കുന്നുള്ളൂ, ചിത്രാഞ്ജലി എന്നുള്ള പേരിൽ. ഈ വർഷം മുതൽ ഒരു ചിത്രാഞ്ജലി അവാർഡ് കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ശാസ്ത്രീയ സംഗീതത്തിന് അതുപോലെ തന്നെ വൃന്ദവാദ്യത്തിന് കൃത്യമായിട്ടൊരു ശാസ്ത്രീയമായ ക്ലാസ് നടത്തണമെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കരിവള്ളൂർ സ്വദേശിയായ KV ഭാസ്കർ മാസ്റ്റർ അവിടെ 3.5 വർഷമാണ് ശാസ്ത്രീയ സംഗീതം നിരവധി കുട്ടികളെ പഠിപ്പിച്ചത്. ആ പാഠശാലയിൽ നിന്നാണ് നമ്മുടെ രതീഷ് കണ്ണൻ ഉൾപ്പെടെ ഇന്ദ്രനീലം എന്ന സിനിമയ്ക്ക് സംഗീതം നൽകി KS ചിത്രയെയും യേശുദാസിനെയും കൊണ്ട് പാടിപ്പിച്ച് ഏറ്റവും മഹത്തായ ഗാനങ്ങൾ സംഭാവന ചെയ്ത രതീഷ് കണ്ണൻ അതിൻ്റെ ഒരു ഉൽപ്പന്നം. അതുപോലെ തന്നെ സത്യം ഞങ്ങളൊക്കെ ആ ശാസ്ത്രീയ സംഗീത ക്ലാസ്സിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതിനെ തുടർന്ന് നല്ല മികച്ച ഒരു ഗാനമേള ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിലെ അംഗങ്ങൾ പല ഭാഗത്തേക്ക് നാശം മാറി പോയതുകൊണ്ടാണ് ആ തപസ്യ കലാ സാംസ്കാരിക വേദിയിൽ ആ പ്രവർത്തനം അവിടെ പിന്നെ മന്ദീഭവിക്കാൻ കാരണം. അതോടൊപ്പം തന്നെ തബലയ്ക്കും അതുപോലെ തന്നെ മൃദംഗത്തിനും പിന്നെ ട്രിപ്പിൾ ഡ്രമ്മിനും അതിനു വേണ്ടിയിട്ട് നീലേശ്വര സ്വദേശിയായ കുന്നത്ത് നാരായണ മാസ്റ്റർ അവിടെ ക്ലാസ് എടുത്തിരുന്നു. ഈ 2 ഗുരുനാഥന്മാരെ ആ വേദിയിൽ 27-ാം തീയതി നടക്കുന്ന ചിത്രാഞ്ജലിയുടെ വേദിയിൽ വെച്ച് ആചരിക്കും. ഈ വർഷത്തെ ചിത്രാഞ്ജലിയുടെ അതിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ അത് കോട്ടയിൽ തറവാട്ടുകാരാണ് അതിൻ്റെ സ്ഥാപകരുമാണ്. കോട്ടയിൽ തറവാട്ടുകാരിലേക്ക് എത്തുമ്പോൾ അവരുടെ ദേശം വാഴക്കോട്ട് ദേശമാണ്, കോട്ടയം രാജവംശമാണെന്ന്. അങ്ങനെ കോട്ടയം രാജവംശം നമ്മുടെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിലാണ് ഈ കോട്ടയം രാജവംശം ഉണ്ടായിരുന്നത്. നമ്മുടെ വീരപഴശ്ശിയുടെ പിൻതലമുറക്കാരാണ്. അവിടെ 4 കോവിലകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ 3 കോവിലകങ്ങളേ ഉള്ളൂ. ആ ഒരു കോവിലകങ്ങൾ ഏതാണ്ട് ഒരു 17,000 ആൾക്കാരോട് കൂടി ഏതാണ്ട് ഒരു 280 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് കമ്പല്ലൂരേക്ക് പാരായണം ചെയ്തവരാണ് അവരെ. പക്ഷെ അവർ പിന്നീട് അധഃപതനങ്ങൾ വന്നു. കമ്പല്ലൂരമ്മയ്ക്കും ഉണ്ടായിരുന്നു. കമ്പല്ലൂരമ്മയുടെ ശക്തി ക്ഷയിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ഉയർച്ചയിലേക്ക് എത്തി. ഏതാണ്ട് ഒരു സിനിമാ രംഗത്തും അതുപോലെ മറ്റു മേഖലയിൽ ഒരുപാട് ആൾക്കാർ, ദാസേട്ടൻ, അതുപോലെ മഞ്ജു വാര്യർ, ഉണ്ണിമേനോൻ, വിദ്യാധരൻ മാസ്റ്റർ, കൈതപ്പുറം ദാമോദരൻ തിരുവേലി, അതുപോലെ അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് സിനിമാ സംഗീത ലോകത്തിൻ്റെ ആൾക്കാർ ക്ഷേത്രത്തിൽ പലതവണയായിട്ട് വരികയും അത് സംഗീതാർച്ചന ചെയ്യുന്ന അതുമാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ടവരും മതേതരമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. എല്ലാവർക്കും വന്നിട്ട് അവിടെ പ്രാർത്ഥന ചെയ്യാനും സംഗീതാർച്ചന ചെയ്യാനുള്ള ഒരു വേദി കൂടിയാണ് കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം.
ക്ഷേത്ര ആചാരപ്രകാരം എല്ലാ ആൾക്കാർക്കും അവിടെ ദർശനം നടത്താനുള്ള എല്ലാ ഇതും നാട്ടുകാർ ദേവസ്വം അതിന് സംവിധാനം. ഭാരവാഹികളായ ടി വി ചന്ദ്രൻ, എം വി രാഘവൻ മാസ്റ്റർ, എം വി സത്യൻ, പി സജീവൻ വൈദ്യർ, ബാബു നമ്പ്യാർ നല്ലൂർ, രജികുമാർ കമ്പല്ലൂർ, സന്തോഷ് ചൈതന്യ, തങ്കച്ചൻ കടുമേനി എന്നിവർ മാധ്യമയോഗത്തിൽ പങ്കെടുത്തു. KS ചിത്രയുടെ ജന്മദിനമായ ജൂലൈ 27 രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംഗീതാർച്ചനയിൽ അറിയപ്പെടുന്ന സംഗീത പ്രതിഭകളും വളർന്നു വരുന്ന സംഗീത പ്രതിഭകളും പങ്കെടുക്കും. ചിത്രാഞ്ജലി സംഗീത പുരസ്കാരം പ്രശസ്ത ഗായകൻ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മധു ബാലകൃഷ്ണന് സമ്മാനിക്കും. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ചിത്രാഞ്ജലി പുരസ്കാരം. കമ്പല്ലൂരിൽ ആദ്യമായി ശാസ്ത്രീയ സംഗീത ക്ലാസ് ആരംഭിച്ച കരിവള്ളൂർ KV ഭാസ്കരൻ മാസ്റ്റർ, തബല അധ്യാപകൻ N കുന്നത്ത് നീലേശ്വരം എന്നീ ഗുരുക്കന്മാരെയും ചടങ്ങിൽ വെച്ച് ആദരിക്കും. കമ്പല്ലൂരിൻ്റെ ചരിത്രവും പാരമ്പര്യവും പ്രതിപാദിക്കുന്ന പുസ്തകം തങ്കച്ചൻ കടുമേനി രചിച്ച കമ്പല്ലൂർ കമ്പങ്ങൾ എന്ന പുസ്തകവും ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗ്രാമീണ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു മനോഹരമായ പ്രദേശമായ കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമമായ കമ്പല്ലൂരിലെ പുരാതന ക്ഷേത്രമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മണ്ഡപം സമർപ്പണ ചടങ്ങിൽ ഞാനും പങ്കെടുത്തിരുന്നു. ആ അമ്മയുടെ മുമ്പിൽ എൻ്റെ ജന്മദിനമായ ജൂലൈ 27 ചിത്രാഞ്ജലി എന്ന പേരിൽ 14 മണിക്കൂറോളം അനുസ്യൂതമായി തുടരുന്ന സംഗീതാർച്ചനയും കൂടാതെ എൻ്റെ പേരിൽ ചിത്രാഞ്ജലി എന്ന ഒരു അവാർഡും നൽകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഈ വർഷം അവാർഡിന് അർഹനായിരിക്കുന്നത് ശ്രീ മധു ബാലകൃഷ്ണനാണ്. എൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, എല്ലാ ഭാരവാഹികളോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മധു ബാലകൃഷ്ണന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. കൂടാതെ ചിത്രാഞ്ജലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. അമ്മേ ശരണം, ദേവി ശരണം. എല്ലാവർക്കും ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.